ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോട്ടറി സൈറ്റിൽ ഹൈഡ്രോളിക് ട്രാക്ടർ ഉപയോഗിച്ച് ബോറിംഗ് ചെയ്യുന്ന മെത്തേഡാണ് ഇന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഹൈഡ്രോളിക് ട്രാക്ടർ. പൈലിൻ്റെ പോയിൻ്റ് എവിടെയാണോ ഉള്ളത് അതേ പൊസിഷനിൽ ട്രാക്ടറിൻ്റെ സിസൽ, അതായത് ഇതാണ് സിസൽ, ഇത് റെഡിയായി വെക്കുക. അപ്പം ഈ സിസലിന് ഓരോ അളവുണ്ട്. 40 ഡയ, 50 ഡയ, 60 ഡയ, അങ്ങനെ പല അളവിലുണ്ട്. ഇവിടെ ചെയ്യുന്നത് 50 ഡയയിലാണ്. അപ്പം നമുക്ക് സിസൽ മാറ്റുന്നത് എങ്ങനെയെന്ന് ലാസ്റ്റ് നോക്കാം. ഈ ആരോ മാർക്ക് ഇട്ടതാണ് പൈലിൻ്റെ പോയിൻ്റ് സെറ്റായതിന് ശേഷം ഇതിൻ്റെ ജാക്കി, ഹൈഡ്രോളിക് ജാക്കി, ഇതിന് 4 സൈഡിലും ജാക്കി ഉണ്ട്. ആ ജാക്കിമേ വെക്കുമ്പോൾ വണ്ടി വാട്ടർ ലെവലിൽ നിൽക്കും. അപ്പോൾ ജാക്കി സെറ്റ് ചെയ്യണത് ജാക്കി സെറ്റായതിന് ശേഷം വണ്ടി വാട്ടർ ലെവലിലാണോ എന്ന് നോക്കുക. ഇതിന് വണ്ടീൻ്റെ ഈ സ്വിച്ചിൻ്റെ അടുത്തൊരു ചെറിയൊരു വാട്ടർ ലെവൽ നോക്കുന്ന ഒരിതുണ്ട്. ഇതിൽ കൂടെ നോക്കിയാൽ നമുക്ക് വാട്ടർ ലെവൽ മനസ്സിലാവും. അതും ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ ബോറിങ് തുടങ്ങാം. അപ്പോൾ ബോറിങ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കും. അതോടെ അതിൻ്റെ ചളി ഒഴിഞ്ഞു പോകുന്ന ഒരു ബണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ കാന എന്ന് പറയും. അങ്ങനെ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം അതിന് ചുറ്റും ചാക്ക് വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്യും. ഈ പൈപ്പ് കൊടുക്കുന്ന ഇതാണ് ട്രാക്ടറിലേക്ക് ചളി പമ്പ് ചെയ്യുന്ന പൈപ്പ്. ഇതിലൂടെ ചളി പമ്പ് ചെയ്ത് സിസലിൻ്റെ ഉള്ളിൽ കൂടെ ചളി പുറത്തേക്ക് വരും. ഈ ചളിയാണ് നമ്മൾ ബോറ് ചെയ്യുമ്പോഴാണ് മണ്ണ് പുറത്തേക്ക് തള്ളണത്. അപ്പോൾ ഈ ചളിൻ്റെ പൈപ്പ് കുറച്ചപ്പുറത്ത് ഒരു കുഴി ഉണ്ടാവും. ആ കുഴിയിൽ വെർട്ടിക്കൽ പമ്പ് ഉണ്ടാവും. അതിന് ചളി പമ്പ് ചെയ്യും. പമ്പ് ചെയ്തിട്ട് നേരെ ട്രാക്ടറിൻ്റെ സിസലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. ആ കാന സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഈ ചളിയും നേരെ പോകുന്നത് ആ കുഴിയിലേക്ക് തന്നെയാണ്. അപ്പോൾ ചളി ഇതിലെങ്ങനെ റിട്ടേൺ പോവും. പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ചളി വന്ന് സിസലിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പിന്നെ ഈ ചളി റിട്ടേൺ ആ കുഴിക്ക് തന്നെ പോകും. ഒരു റൊട്ടേഷൻ. ഇതാണ് അവർ സെറ്റ് ചെയ്ത ആ ബണ്ട്. ഇതിൽ ചളി നേരെ റിട്ടേൺ പോയി ആ കുഴിയിലേക്ക് തന്നെ, വെർട്ടിക്കൽ പമ്പുള്ള കുഴിയിലേക്ക് തന്നെ വരും. ആ കുഴിയിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് ചളി പൈപ്പ് കൂടെ അടിച്ചിട്ട് നേരെ ട്രാക്ടറിലേക്ക് തന്നെ പോകും. അപ്പം ഈ കാന റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ബോറിങ് തുടങ്ങാം. ബോറിങ് തുടങ്ങുമ്പോൾ നമ്മൾ അവിടുത്തെ മോട്ടർ ഓൺ ചെയ്യും. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചളി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി സിസലിൽ ഇറങ്ങിയിട്ട് ഇതാ ചളി വരുന്നത് കണ്ടില്ലേ. ചളി അങ്ങനെ റിട്ടേൺ അതിലേക്ക് പോകും. നമ്മളിവിടെ ബോറിങ് തുടങ്ങും ചെയ്യും. അപ്പോൾ ഈ ചളി വെള്ളത്തിൻ്റെ കൂടെ
നമ്മൾ ചെയ്യുന്ന മണ്ണും അതിനുള്ളിൽ കൂടെ പോവും. ബോറ് ചെയ്യണ ആ സിസലിൻ്റെ മുകളിലുള്ള റാഡ്, റാഡ് 3 മീറ്റർ ഉണ്ടാവുക. 3 മീറ്റർ കഴിഞ്ഞാൽ അടുത്ത റാഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ട്രാക്ടർ വെച്ച് നമുക്ക് 60 മീറ്റർ വരെ താഴോട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 15 മീറ്ററാണ്. 15 മീറ്റർ ആകുമ്പോഴത്തേക്കും ഹാർഡ് റോക്ക്, അതായത് കരിമ്പാറ കിട്ടുന്നുണ്ട്. എവിടെയാണോ ഹാർഡ് റോക്ക് ഉള്ളത് അതുവരെ ഇതിൻ്റെ സിസൽ പോവും. ഹാർഡ് റോക്ക് എത്തിയാൽ അവിടെ നിൽക്കും. അതായത് ഇപ്പോൾ റോക്കുമേലെത്തിയതാണ്. റോക്കിലെത്തിയാൽ പിന്നെ സിസൽ താഴോട്ട് പോവില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് റാഡ് അതേമാതിരി തന്നെ തിരിച്ചൂരാം. ഇങ്ങനെയാണോ നമ്മൾ റാഡ് കയറ്റിയത് അതേമാതിരി റാഡ് റിട്ടേൺ ഓരോന്നോരോന്നായി തിരിച്ച് ഊരിയെടുക്കണം. അപ്പോൾ നമ്മളെ ബോറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സിസൽ മാറ്റുന്നത് എങ്ങനെയൊന്ന് ഒരു വീഡിയോ കണ്ട് നോക്കാം. ഇവിടെ ഈ പുറത്ത് കാണുന്ന സിസൽ 60ൻ്റെ സിസലാണ്. അപ്പോൾ 50 മാറ്റി നമുക്ക് 60 ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.